അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്ജിദുൽ ജുമുഅ എന്ന പള്ളിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബയിൽ നിന്നും ഇറങ്ങി മദീന ലക്ഷ്യം വെച്ച് പുറപ്പെടുമ്പോൾ ഈ മസ്ജിദുൽ ജുമുഅ ഇപ്പോൾ കാണുന്ന ഈ പള്ളി നിൽക്കുന്ന സ്ഥലം അഥവാ ബനു സാലിം ഇബ്നു ഔഫ് ഗോത്രക്കാരുടെ താമസ സ്ഥലം, ബനു അംർ ബിൻ ഔഫ് ഗോത്രക്കാരുടെ ഇടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വീട്ടിലായിരുന്നു ഖുബയിൽ താമസിച്ചിരുന്നതെങ്കിൽ ബനു സാലിം ഇബ്നു ഔഫ് ഗോത്രക്കാർ അവരുടെ മൂത്താപ്പ മക്കളാണ്. അവരുടെ ഗോത്രത്തിലും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറണമെന്ന് അവർ നിർബന്ധിക്കുകയും ഏതായാലും ജുമുഅയുടെ സമയവുമായി, കാരണം അന്ന് വെള്ളിയാഴ്ചയാണ് റസൂലുള്ളാഹി മദീനയിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ ആ ജുമുഅയുടെ സമയമായപ്പോൾ അവിടെ ഇറങ്ങുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു സാലിം ഇബ്നു ഔഫ് ഗോത്രക്കാരുടെ ആ ഒരു താമസ സ്ഥലത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി ജുമുഅ നമസ്കരിക്കുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ തുടങ്ങിയ ആ ഒരു സ്ഥലമാണിത്. മക്കത്തിൽ നിന്ന് തന്നെ ജുമുഅ നിർബന്ധമായിട്ടുണ്ടായിരുന്നെങ്കിലും മദീനയിലെത്തിയപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ജുമുഅ ആദ്യമായി നിസ്കരിക്കാൻ കഴിയുന്നത്. അങ്ങനെ അവിടെ ഒരു പള്ളി നിർമ്മിക്കുക, ആ പള്ളിയിൽ ബനു സാലിം ഇബ്നു ഔഫ് ഗോത്രത്തിൻ്റെ നേതാവായ ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിർത്തുകയും ചെയ്തു. മഹാനവറുകളുടെ വീടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആ പള്ളിയുടെ ഇങ്ങേ വശത്തായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വാദിയായിരുന്നു, ഒരു നദി ഒഴുകിയിരുന്നു. വാദി റാനൂന എന്നായിരുന്നു ആ നദിയുടെ പേര്. മഹാനവറുകൾ ഇമാമായി നിൽക്കാൻ വേണ്ടി ആ നദി മുറിച്ച് കടന്നായിരുന്നു ആ പള്ളിയിലേക്ക് പുറപ്പെട്ടിരുന്നത്. ഇക്കരെ നിന്ന് അക്കരേക്ക് പുറപ്പെട്ടിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷേ മഹാനവറുകൾക്ക് പ്രായം അധികമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും ഇനി എനിക്ക് അങ്ങോട്ടേക്ക് വാദി മുറിച്ച് കടന്നുകൊണ്ട് നിസ്കരിക്കാൻ പോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളുടെ ഈ കാണുന്ന വീട്ടിൽ വന്നുകൊണ്ട് ഇവിടെ ഒരു മുസല്ല നിങ്ങൾ നിസ്കരിച്ച് എനിക്കൊരു മുസല്ല ഉണ്ടാക്കി തരണമെന്ന് മഹാനവറുകൾ പറയുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിച്ച മഹാനായ ഉത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വീടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ കാണുന്ന റോഡായിരുന്നു അന്ന് വാദി റാനൂൻ, അഥവാ അപ്പുറത്ത് കാണുന്നത് മസ്ജിദുൽ ജുമുഅയും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മഹാനവറുകളുടെ വീടും. ഇനി ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് നീങ്ങുക ഈ ഒരു വഴി ഇല്ല, ഈ വഴി നേരെ ഖുബയിലേക്കാണ്. ആ ഖുബയിൽ നിന്നാണ് റസൂലുള്ളാഹി നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഖുബയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 3-4 കിലോമീറ്റർ പോയാലാണ് മദീനയിലേക്ക് ഒട്ടകം മുട്ടുകുത്തിയ ആ സ്ഥലത്തേക്ക് എത്താൻ കഴിയുക, അഥവാ മസ്ജിദ് നബവിയുള്ള ആ സ്ഥലത്തെത്തുക. ഏതായാലും ആ മനോഹരമായ ഖുബയുടെ കാഴ്ചകളും ഇതൊക്കെ ഇപ്പോൾ പുതുക്കി പണിതതാണ്. ഈ റോഡൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ്, നടപ്പാതയാണ് മദീനയിലേക്കുള്ള. മാഷാ അല്ലാഹ് വളരെ ഉഷാറായിട്ടുണ്ട്. ഏതായാലും ഈ സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.